അർജന്റീന ഫുട്ബോൾ ടീമിന്റെയും ലയണൽ മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോളിളക്കമുണ്ടാക്കിയ അഴിമതി വിവാദത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും ഇനി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിന്റെ വെളിപ്പെടുത്തലിലൂടെ പദ്ധതിയുടെ തുടക്കം മുതൽ ഭരണകൂടം നടത്തിയ ഗുരുതരമായ ചട്ടലംഘനങ്ങളും അഴിമതിയും പൂർണ്ണമായും പുറത്തു വന്നിരിക്കുകയാണ്. സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്ന കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഔദ്യോഗിക റിപ്പോർട്ടിന് അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ. നാടിന് നാഴികക്കല്ലായി മാറുമായിരുന്ന ഒരു വമ്പൻ പദ്ധതി നടപ്പാക്കാൻ തങ്ങളോട് സർക്കാർ അങ്ങോട്ട് ചെന്ന് സഹായം തേടുകയായിരുന്നുവെന്നാണ് ആൻഡോ അഗസ്റ്റിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവകാശപ്പെട്ടത്. ആരോപണങ്ങൾ തെളിയിച്ചാൽ 1 കോടി രൂപ പാരിതോഷികം നൽകാമെന്നും ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപനമുണ്ട്. എന്നാൽ സർക്കാർ ആവശ്യപ്പെട്ട ഒരു പദ്ധതിയാണെങ്കിൽ അതിന്റെ ഔദ്യോഗിക കരാറുകൾ ഒപ്പിടേണ്ടതും നടപടികൾ പൂർത്തിയാക്കേണ്ടതും സർക്കാരല്ലേ എന്ന അടിസ്ഥാന ചോദ്യത്തിന് ആൻഡോയ്ക്ക് ഉത്തരമില്ല. ഒരു സ്വകാര്യ ചാനൽ എന്തിനാണ് സർക്കാരിന്റെ പേരും പറഞ്ഞ് അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷനുമായി വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളിലേക്ക് കടന്നതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBC കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്ന ആൻഡോ ആ കരാറിന്റെ സ്വഭാവം എന്തെന്നോ അതിലെ സുതാര്യതയെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടുന്നില്ല. വിദേശ ഏജൻസിയുമായി കോടികളുടെ കരാറിലെത്തുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ മാനദണ്ഡങ്ങളോ റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെയും അനുമതി പത്രങ്ങളോ പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറാകാത്തതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയതായി പറയപ്പെടുന്ന 126 കോടി രൂപയുടെ സാമ്പത്തിക സ്രോതസ്സാണ്. ഇത്രയും ഭീമമായ തുക എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് പൊതുസമൂഹത്തോടും അന്വേഷണ ഏജൻസികളോടും വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തവും ആൻഡോയ്ക്കുണ്ട്. ഈ കോടികളുടെ സ്രോതസ് വെളിപ്പെടുത്താൻ തയ്യാറാകാത്തത് തന്നെയാണ് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണത്തിന് ആക്കം കൂട്ടുന്നത്. കായിക വകുപ്പിന് മുൻപിൽ ഈ പദ്ധതി ആശയം ആദ്യം വെച്ച ഗോട്ടാഡ് എന്ന കമ്പനിയുമായി RBCക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് ആൻഡോയുടെ മറ്റൊരു വാദം. എങ്കിൽ ഗോട്ടാഡിന്റെയും RBCയുടെയും ഔദ്യോഗിക ഓഫീസുകൾ എങ്ങനെയാണ് ഒരേ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. കായിക സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിക്കുന്നുമുണ്ട്. നിയമപരമായ ടെൻഡറുകളോ സുതാര്യമായ പരസ്യങ്ങളോ ഇല്ലാതെയാണ് റിപ്പോർട്ടർ TV ഈ സ്പോൺസർഷിപ്പ് സ്വന്തമാക്കിയത്. മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും 48 മണിക്കൂറിലെ ലൈവ് സംവാദത്തിന് ക്ഷണിക്കുന്ന ആൻഡോ അഗസ്റ്റിൻ പോയിന്റ് ബ്ലാങ്ക് ചോദ്യങ്ങളിൽ നിന്ന് തലയൂരാനാണ് ഈ 1 കോടി പോസ്റ്റിലൂടെ ശ്രമിക്കുന്നത് തന്നെ. ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ രേഖകൾ സഹിതം മറുപടി നൽകുന്നതിന് പകരം വൈകാരികമായ വർത്തമാനങ്ങളും വെല്ലുവിളികളും ഉയർത്തുന്നത് കുറ്റസമ്മതത്തിന് തുല്യമാണ് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യാന്തര വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് വിദേശത്തേക്ക് ഫണ്ട് അയച്ചു എന്ന കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കണ്ണ് ഈ ഇടപാടുകളിലുണ്ട്. ഇതിനകം തന്നെ കാഞ്ഞങ്ങാട് GST ഓഫീസിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ നികുതി വെട്ടിപ്പ് കേസ് നിലനിൽക്കെ ഈ പുതിയ കോടികളുടെ ഇടപാടിന്റെ രേഖകൾ സമർപ്പിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അർജന്റീന ടീമും മെസ്സിയും കേരളത്തിൽ വരില്ലെന്നും ഇടപാടുകൾ തികച്ചും ദുരൂഹമാണെന്നും കാണിച്ച് സംസ്ഥാന പോലീസ് നേരത്തെ തന്നെ അന്നത്തെ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. സ്വന്തം ചാനലിന്റെ റേറ്റിംഗിനും ബ്രാൻഡ് പ്രമോഷനും വേണ്ടി കായിക പ്രേമികളുടെ വികാരം ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന അന്വേഷണ കണ്ടെത്തലുകളെ പ്രതിരോധിക്കാൻ ആൻഡോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ നിയമപരമായ കടമ്പകളും അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളും മുറുക്കുമ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള അവസാന ശ്രമമാണ് ആൻഡോ അഗസ്റ്റിന്റെ വെല്ലുവിളി പോസ്റ്റ്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും 126 കോടിയുടെ സ്രോതസ്സും വ്യക്തമാക്കാത്തിടത്തോളം കാലം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വെറും ഒരു ആഭാസമായി മാത്രം ശേഷിക്കും. വരും ദിവസങ്ങളിൽ വിജിലൻസ് അന്വേഷണം ക്രമപ്രകാരം മുന്നോട്ടു പോകുന്നതോടെ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും.